റഷ്യയിൽ കുടുങ്ങിയ 3 മലയാളി യുവാക്കളിൽ 2 പേർ ഉടൻ തിരികെ നാട്ടിലെത്തും. തിരുവനന്തപുരം അഞ്ചുതെങ്ങ് സ്വദേശികളായ പ്രിൻസ്, ഡേവിഡ് എന്നിവർ ഭാരത നയതന്ത്ര കാര്യാലയത്തിലെത്തി. പാസ്പോർട്ട് നഷ്ടപ്പെട്ട ഇരുവർക്കും കേന്ദ്ര സർക്കാർ യാത്രാരേഖയും നൽകി. വിനീതിനെ തിരിച്ചെത്തിക്കാനുള്ള ശ്രമവും തുടരുകയാണ്. അഞ്ചുതെങ്ങിലെ പ്രിൻസ് സെബാസ്റ്റ്യൻ വീട്ടിൽ നിന്ന് ടിൻഡു ദാസ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. 2 മാസങ്ങൾക്ക് മുമ്പാണ് റഷ്യയിലേക്ക് ജോലി അന്വേഷിച്ച് 3 യുവാക്കൾ അഞ്ചുതെങ്ങിൽ നിന്നും പോകുന്നത്. അഞ്ചുതെങ്ങ് സ്വദേശികളായ വിനീത, പ്രിൻസ്, ടിനു ഇവർ 3 പേരുമാണ് തുമ്പ സ്വദേശി സന്തോഷ് എന്ന ഏജന്റ് മുഖാന്തരം റഷ്യയിലേക്ക് പോകുന്നത്. തുടർന്ന് റഷ്യൻ യുദ്ധഭൂമിയിൽ കുടുങ്ങുകയായിരുന്നു. നിലവിലിപ്പോൾ പ്രിൻസിനെയും അതുപോലെ തന്നെ പൊഴിയൂരിൽ നിന്നും റഷ്യയിലേക്ക് പോയ ഡേവിഡിനെയും തിരികെ കൊണ്ടുവരാനുള്ള നടപടികൾ പൂർത്തിയായിട്ടുണ്ട്. വിനീതുമായിട്ട് എംബസിക്ക് കോൺടാക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. വിനീതിന്റെ സഹായത്തോടു കൂടി ടിനുവിനെയും കണ്ടെത്താൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷ. ഇപ്പോൾ ഞാൻ അഞ്ചുതെങ്ങിൽ നിന്നുമാണ് ചേരുന്നത്. ഇവിടെ പ്രിൻസിന്റെയും വിനീതിന്റെയും ടിനുവിന്റെയും അമ്മയുണ്ട്. പ്രിൻസിന്റെ അമ്മയോട് സംസാരിക്കാം. അമ്മയെ പ്രിൻസുമായിട്ട് സംസാരിച്ചോ? എന്താണ് നിലവിലെ? പ്രിൻസിന് പരിക്കുപറ്റിയതിന് ശേഷമാണ് ഞങ്ങൾ സംസാരിച്ചത്. അതിന് മുമ്പൊന്നും എൻ്റെ വിളിയും സംസാരമൊന്നുമില്ല. കാര്യം മൊബൈലും പാസ്പോർട്ടൊക്കെ അവർ വാങ്ങിച്ച് വെച്ച് കളഞ്ഞു. അപ്പം ഇവിടെ നിന്ന് കൊണ്ടുപോയി 2 ലക്ഷം രൂപ ശമ്പളം ഉണ്ടെന്ന് പറഞ്ഞാണ് കൊണ്ടുപോയത്. സെക്യൂരിറ്റി ജോലി എന്ന് പറഞ്ഞാണ് കൊണ്ടുപോയത്. അവിടെ ചെന്ന് മകൻ്റെ 2 ആഴ്ച കഴിഞ്ഞ് തീർന്നതിന് ശേഷം പരിക്കുപറ്റിയതിന് ശേഷം ബോംബും പൊട്ടി തലയ്ക്ക് വെടിയേറ്റ് ശേഷമാണ് 5 ആഴ്ച കഴിഞ്ഞതിന് ശേഷമാണ് മകൻ വീട്ടിൽ വിളിച്ച് 2 മൊബൈൽ ഹെൽപ്പ് ചെയ്തെന്ന് പറഞ്ഞാണ് ഞങ്ങളെ കൊണ്ടുപോയത്. സെക്യൂരിറ്റി ജോലിക്കല്ല, യുദ്ധത്തിലേക്കാണ് ഞങ്ങൾ കൊണ്ടുപോയത്. വിനീതും ടിനുവും ബോംബിൻ്റെ അപകടത്തിൽ നടുക്കാണ് നിൽക്കുന്നത്. ഞാനിപ്പോൾ ആശുപത്രിയിലാണ്. ഞങ്ങൾ എത്രയും പെട്ടെന്ന് ഞങ്ങളെ 3 പേരെ നാട്ടിലെത്തിക്കുമെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ തീരുമാനം എടുക്കണമെന്ന് പറഞ്ഞാൽ അനിയൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞു. ഇത്രയും ഞങ്ങൾക്കറിയാനുള്ള ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. എന്താ ഇപ്പം ഈ ടിനുമായിട്ടല്ല പ്രിൻസുമായിട്ട് പ്രിൻസിന്റെ നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള നടപടി അതിനുശേഷം പ്രിൻസുമായിട്ട് സംസാരിച്ചോ? ഈ വാർത്ത വന്നതിന് ശേഷം പ്രിൻസുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. പ്രിൻസ് എന്താ പറഞ്ഞേ? പ്രിൻസ് ഇത് തന്നെ പറഞ്ഞു, എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ നാട്ടിലേക്ക് കൊണ്ടുവരാൻ തന്നെ. പിന്നെയും 2 പേര് അപകടത്തിലാണ് നിൽക്കുന്നതെന്നാണ് പറഞ്ഞത്. 2 പേരും ബോംബിൻ്റെ നാട്ടിൽ യുദ്ധത്തിൽ നടക്കാണ് നിൽക്കുന്നത്. അവരെ എത്രയും പെട്ടെന്ന് സുരക്ഷിതമാക്കി ഞങ്ങൾ 3 പേരെ നാട്ടിലെത്തിക്കാനാണ് പ്രിൻസിൻ്റെ താല്പര്യം. പ്രിൻസ് ഈ വാർത്തകൾ വന്നതിന് ശേഷം അമ്മയോട് പ്രതികരിച്ചിട്ടുണ്ട്. ടിനുവിൻ്റെ അമ്മയും കൂടെയുണ്ട്. ടിനുവിൻ്റെ അമ്മ വിനീത് നിൽക്കുന്നതിന് 5 കിലോമീറ്റർ ചുറ്റളവിലുണ്ടെന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അമ്മയെ ടിനുവായിട്ട് എപ്പോഴാണ് സംസാരിച്ചേ അവസാനം? ഞാൻ സംസാരിച്ചില്ല മോളെ. ജനുവരി മാസം 29 വരെ വിളിച്ചിരുന്നു. അതിനുശേഷം ഇതുവരെയ്ക്കും വിളിച്ചില്ല. എവിടെ ഉണ്ടെന്നോ എനിക്ക് അറിഞ്ഞൂടാ മോളെ. എൻ്റെ മോൻ ഇത്രയും പെട്ടെന്ന് അവനെ കൊണ്ടുവന്ന വലിയ നന്ദി മോളെന്ന്. അവൻ തന്നില്ലാത്ത മോനാണ് മോള്. അവൻ്റെ സഹായം മാത്രമേ ഉള്ളൂ എനിക്ക്. നിലവിൽ ടിനുവുമായിട്ടാണ് കോണ്ടാക്ട് ചെയ്യാൻ പറ്റാത്തത്, അല്ലെങ്കിൽ ടിനുവുമായിട്ടാണ് ബന്ധപ്പെടാൻ കഴിയാത്തത്. ഒരു പക്ഷേ വിനീതിന് നാട്ടിലുള്ളവരുമായിട്ടൊക്കെ നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകരോട് വിനീതിന് സംസാരിക്കാൻ കഴിയുന്നുണ്ട്. വിനീതിൻ്റെ ചുറ്റുപാടും തന്നെ ടിനു ഉണ്ടെന്നാണ് വിനീതും ഉറപ്പ് നൽകുന്നത്. പ്രിൻസ് നിൽക്കുന്നതിനും 800 കിലോമീറ്റർ മാറി ഉക്രൈൻ അധിനിവേശ പ്രദേശത്താണ് ഇപ്പോൾ വിനീത് ഉള്ളത്. ആ വിനീതിനെ ഒരുപക്ഷെ വിനീതുമായിട്ട് എംബസിക്ക് കോണ്ടാക്ട് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ വിനീതിന്റെ സഹായത്തോടു കൂടി ടിനുവിനെയും ഉടൻ തന്നെ നാട്ടിൽ എത്തിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അഞ്ചുതെങ്ങിൽ നിന്നും ക്യാമറമാൻ ഗോപകുമാറിനോടൊപ്പം ടിൻഡു ദാസ്, ജനം, തിരുവനന്തപുരം.